ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കൽ സംക്രാന്തി റിലീസായി തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ 2 ഭാഷകളിലായി 8 സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഇതിൽ 5 സിനിമകൾ തെലുങ്കിൽ നിന്നും 3 സിനിമകൾ തമിഴിൽ നിന്നുമാണ്. ഈ 8 സിനിമകളിൽ വമ്പൻ താര സിനിമകളായി വന്നിട്ടുള്ളത് തെലുങ്കിൽ നിന്ന് തന്നെയാണ്. ചിരഞ്ജീവിയുടെ മന, ശങ്കരവരപ്രസാദ് ഗാരു, പ്രഭാസിന്റെ രാജാ സാബ് എന്നിവയാണ് പ്രധാനപ്പെട്ട സിനിമകൾ. തമിഴിലും തെലുങ്കിലുമായി ഈ 8 സിനിമകൾ തിയേറ്ററിൽ വമ്പൻ ദുരന്തമായി മാറിയത് പ്രഭാസിന്റെ രാജാ സാബ് തന്നെയാണ്. മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 9 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ പ്രഭാസിനെ കൂടാതെ സഞ്ജയ് ദത്ത്, നിധി അഗർവാൾ, മാളവിക മോഹനൻ, സറീന വഹാബ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. 400 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് ആകെ കൂടി നേടിയെടുക്കാനായത് 206 കോടി രൂപ മാത്രമാണ്. ചിരഞ്ജീവിയുടെ മന, ശങ്കരവരപ്രസാദ് ഗാരു തിയേറ്ററിലെത്തിയത് ജനുവരി 12 തിങ്കളാഴ്ചയാണ്. വെങ്കടേഷ്, നയൻതാര, കാതരൻ ട്രീസ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. അനിൽ രവിപുടിയാണ് ഈ സിനിമ തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 350 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 280 കോടി രൂപ മാത്രമാണ്. അതുപോലെ തന്നെ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അനിൽ രവിപുടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കേവലം 28 കോടി രൂപയെന്നാണ്. 25 കോടി എന്ന ലോ ബഡ്ജറ്റിൽ തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും സിനിമ പൂർത്തിയായപ്പോൾ 28 കോടി രൂപയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിരഞ്ജീവി, വെങ്കടേഷ്, നയൻതാര എന്നിവരൊക്കെ അഭിനയിച്ച ഈ സിനിമയ്ക്ക് 28 കോടി രൂപയ്ക്ക് ഈ സിനിമ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും സംവിധായകൻ തറപ്പിച്ച് പറയുന്നത് ബഡ്ജറ്റ് 28 കോടി രൂപ എന്നാണ്. എന്തായാലും ശരി, ബഡ്ജറ്റ് എത്രയായാലും പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ സിനിമകളിൽ വമ്പം വിജയം നേടിയെടുത്തത് ഈ ചിരഞ്ജീവി സിനിമ തന്നെയാണ്. രവി തേജ നായകനായി കിഷോർ തിരുമല തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 13 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഭർത്ത മഹാസൈലുഗു വിജ്ഞാപതി അഥവാ BMW. ആഷിക രംഗനാഥ്, ഡിംപിൾ ഹയാത്തി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. 20 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 17 കോടി 44 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി 19 കോടി 70 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ജനുവരി 14 പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു തെലുങ്ക് സിനിമയാണ് നാരി നാരി നദമ മുരാരി. റാം അബ്ബാരാജു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷർവാനന്ദ്, സംയുക്ത മേനോൻ, സാക്ഷി വൈദ്യ, നരേഷ്, സുനിൽ, വെണ്ണേല കിഷോർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 11 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 24 കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ആവറേജ് വിജയം ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. നവീൻ പോളി ഷെട്ടി, മീനാക്ഷി ചൗധരി എന്നിവർ അഭിനയിച്ച് മാരി സംവിധാനം ചെയ്ത് സംക്രാന്തി റിലീസായി ജനുവരി 14 തിയേറ്ററിലെത്തി വളരെ മികച്ച വിജയം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് അനഗനാഗ ഓക്കരാജു. 8 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 61 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 20 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 81 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കാർത്തി നായകനായി നളൻ കുമാരസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 14 തിയേറ്ററിലെത്തിയ വാത്യാർ എന്ന തമിഴ് സിനിമയ്ക്കും പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൃതി ഷെട്ടി, രാജ്കിരൺ, സത്യരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ തിയേറ്ററിൽ ആദ്യ 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ OTTയിലേക്ക് വഴിമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈം വഴി ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുമുണ്ട്. 40 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേവലം 13 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായത്. വമ്പം പരാജയമാണ് ഈ സിനിമ ഏറ്റുവാങ്ങിയത്. ശിവകാർത്തികൻ നായകനായി സുധാ കൊങ്ങര തിരക്കഥ സംവിധാനം ചെയ്ത പരാശക്തി എന്ന തമിഴ് സിനിമ തിയേറ്ററിലെത്തിയത് ജനുവരി 10 ആദ്യ ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായെങ്കിലും പിന്നീട് പരാജയമായി മാറുകയായിരുന്നു. ഏകദേശം 150 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് നിലവിൽ 85 കോടി വരെ മാത്രമേ തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാനായിട്ടുള്ളൂ. അതേസമയം ഈ സിനിമ OTT, സാറ്റലൈറ്റ് ഉൾപ്പെടെ ബിസിനസ്സിലൂടെ നല്ല വരുമാനം, അതായത് 100 കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മലയാളിയായ നിതീഷ് സഹദേവ് തിരക്കഥ സംവിധാനം ചെയ്ത തലൈവർ തമ്പി തലൈമയിൽ TTT എന്ന സിനിമ ജനുവരി 15 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ജീവ, പ്രാർത്ഥനാനാഥൻ, തമ്പി രാമയ്യ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമകളിൽ ഏക വിജയ സിനിമ കൂടിയാണ്. തമിഴ്നാട്ടിൽ 30 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 33 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 3 കോടി 12 ലക്ഷം ഉൾപ്പെടെ 36 കോടി 12 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 10 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പൊങ്കൽ റിലീസായി തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിലെത്തിയ 8 സിനിമകളിൽ തെലുങ്കിൽ 3 സിനിമകൾ, അതിൽ 2 ബ്ലോക്ക് ബസ്റ്ററും 1 ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴിലെ 3 സിനിമകളിൽ 1 മാത്രമാണ് വിജയിക്കാനായത്. അങ്ങനെ 4 സിനിമകൾ വിജയവും 4 സിനിമകൾ പരാജയവുമാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.